ബൈ ബൈ കേട്ടോ. ബൈ ബൈ. ആരെ നിക്കടാ മുണ്ടാക്കൽ ശേഖരൻ അതൊക്കെ നിക്കണ്. നീ മാറണോ ഞാൻ മാറണോ? പഞ്ചാബിൽ വന്നിട്ട് മസാല ദോശയും വാട്ടയും തേങ്ങ ചമ്മന്തിയും. അതെ കുറച്ച് വഴി എത്തിയെങ്കിലും ഫൈനലി നമ്മളിവിടെ എത്തി. പക്ഷെ നൈസാണ്, നല്ല നല്ല ക്വാളിറ്റി ഫുഡാണ് അല്ലേ, രസമുണ്ട്, ഫ്രഷാണ് ഫുഡാണ്. ദോശ ഇത് ഷോപ്പിന്റെ പേരെന്തായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് ബഗ്ഗിയോ? യെസ്, ലൊക്കേഷൻ ഞാനിവിടെ മലപ്പുറത്തുനിന്ന് കാണിക്കാം. സോ ഈ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബഗ്ഗി എന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. പുറമേ കണ്ട ചെറിയ തട്ടുകടയാണെങ്കിലും ഉള്ളിൽ ഫേസ് ഹോട്ടലിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ആക്ച്വലി നല്ല ഫുഡായിരുന്നു. പഞ്ചാബിൽ വന്നിട്ട് അല്ലെങ്കിൽ ചണ്ഡീഗഡ് വന്നിട്ട് കേരള ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഫുഡ് കഴിക്കുന്ന ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല. പക്ഷെ നല്ല ഫുഡായിരുന്നു. ചട്നിയൊക്കെ നല്ല എന്താ പറയുക, കേരള സ്റ്റൈൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ചു പോവാം, റൂമിലോട്ട് പോവാം. അവിടെ എങ്ങനെ നമ്മൾ പോകുന്നത്? യെസ്, അവിടെ നമുക്ക് ഋഷികേശ് പോവാം. അപ്പോൾ ഇപ്പോൾ സമയം 10:30. അതെ, അപ്പം ഞങ്ങൾ ചണ്ഡീഗഡിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ നമ്മൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഇവർ ഇവിടുന്ന് ചണ്ഡീഗഡിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ബൈ 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 കുട്ട ബൈ 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 ബൈ. ഞാൻ എന്നാ കാണാ? നടക്കാൻ തുടങ്ങിട്ട് അല്ല പൊന്നു ചോദിക്കണ പോലെ വാവോ സംസാരിക്കാൻ തുടങ്ങിയോ? സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ബൈ 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 ബൈ. ഞങ്ങൾ ദുബായിക്ക് വരാൻ വലിച്ചിട്ട് പോവാ. ഓക്കെ, ബൈ ബൈ കേട്ടോ. ബൈ ബൈ ബൈ. ശരി. അപ്പൊ നമ്മൾ കുട്ടാപ്പിന്റെ അടുത്തും ഷാബിയുടെ അടുത്തും സിനാന്റെ അടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവർക്ക് 1:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മള് അതുവരെ നിന്ന് വെച്ചാൽ നമുക്കിന്ന് ഡ്രൈവ് ചെയ്ത് ഋഷികേശ് എത്തില്ല. അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ് റൂം നോക്കി എടുത്തത്. ഇവിടുന്ന് കുറച്ച് സമയമുള്ളൂ, ഒരു 10-15 മിനിറ്റ്സ് ട്രാവൽ ചെയ്യണം. അപ്പൊ അവര് പോവും. നമ്മളപ്പോ സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അപ്പൊ നമ്മൾ ഋഷികേശിക്ക് ഇറങ്ങി. സങ്കടം അവരെ മിസ് ചെയ്യണ്ടായാലും, കാരണം എത്ര ദിവസം ഉണ്ടായിരുന്നല്ലേ? എത്ര ദിവസം ഉണ്ടായിരുന്നു? 10-11 ദിവസം ഉണ്ടായിരുന്നു. 12 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ തീർച്ചയായിട്ടും മിസ് ചെയ്യും, കുട്ടപ്പനെ മിസ് ചെയ്യും. But the show must go on. നമ്മള് 10 ദിവസം കഴിഞ്ഞ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോ നമ്മളെ മിസ് ചെയ്യും. നമ്മൾ പണിക്ക് പോകണല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോ നമ്മള് ട്രിപ്പ് മിസ് ചെയ്യും. അങ്ങനെ അപ്പൊ നമ്മള് ഋഷികേശിക്ക് റൗട്ട് ഇട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഋഷികേശ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഋഷികേശിലെ സ്റ്റേ, ഒരു ബങ്ക് സ്റ്റേ പോലെയൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്കാണ് പോകേണ്ടത്. അതിന്റെ ലൊക്കേഷൻ ഇട്ടിട്ടില്ല. എങ്ങനെ ഒരു 250+ കിലോമീറ്റേഴ്സ് ഉണ്ട്. 5 മണിക്കൂർ 4.5 മണിക്കൂർ കാണിക്കണ്ടേ? പക്ഷെ ഞാൻ മറ്റേ ആക്ച്വൽ ലൊക്കേഷൻ ഇട്ടപ്പോ 5-5.5 മണിക്കൂർ കാണിക്കണ്ടായിരുന്നു. അപ്പൊ ഇതിൽ കൂടുതലുണ്ടാവും. എന്തായാലും നമ്മൾ ഈവനിങ് എത്തും. ആക്ച്വലി ഇവിടെ റോഡൊക്കെ നല്ല രീതിയുണ്ട്. ഇവിടെ 3-6 വരിയുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊക്കെ നല്ല ഫ്ലവേഴ്സ്, പൂന്തോട്ടം പോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. മൊഹാലി ആക്ച്വലി വളരെ പ്ലാൻഡ്. മൊഹാലി ആക്ച്വലി നല്ല സിറ്റിയാണ്. എനിക്ക് ചണ്ഡീഗഡിൽ മൊഹാലി ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്താ പറയുക, ഇത് നല്ല പ്ലാൻഡ് സിറ്റിയാണ്. ഇവിടെ എല്ലാം സെക്ടർ ആയിട്ടൊക്കെ തിരിച്ചിരിക്കുന്നത്. റോഡെല്ലാം പ്ലാൻഡ് ആണ്.
റോഡ്സ് എല്ലാം കറക്റ്റ് പ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ സിഗ്നൽസ് എല്ലാം നല്ല പ്ലാൻഡ് ആണ്. അടിപൊളി റോഡുകളാണ്. നല്ല വീതിയുണ്ട് റോഡ്. അത് പ്ലാൻ ചെയ്ത് എടുത്ത് തന്നെ ആയിരിക്കും, കാരണം ഫ്യൂച്ചറിൽ റോഡ് എക്സ്പാൻഡ് ആവും എന്നുള്ളതുകൊണ്ട്. എന്തായാലും നൈസ്. നമ്മൾ മൊഹാൽ സിറ്റിയോട് ഇപ്പോൾ വിട പറയും. ഈ സിഗ്നൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊഹാൽ സിറ്റിയോട് വിട പറയും. നേരെ ഋഷികേശ്. ഏത് വഴിയാണ് പോകുന്നത്? NH 152 ആണ് ഇപ്പോൾ തൽക്കാലം പോകുന്നത്. ചണ്ഡീഗഡ് അംബാല എക്സ്പ്രസ് ഹൈവേ. ചണ്ഡീഗഡ് അംബാല എക്സ്പ്രസ് ഹൈവേ. ഞങ്ങൾ ആക്ച്വലി ഒരു റൗണ്ട് വന്ന് നമ്മൾ പോകുമ്പോൾ അംബാല ടച്ച് ചെയ്തിട്ടാണ് അങ്ങനെ ഡൽഹി അംബാല, പിന്നെയാണ് നമ്മൾ പത്താൻകോട്ട് പിടിച്ചത്. അപ്പം നമ്മളിങ്ങനെ ഫുള്ളൊരു ഇന്ത്യയുടെ ക്രൗൺ ഒരു റൗണ്ട് കറങ്ങി തിരിച്ചിവിടെ എത്തി. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകും, ഋഷികേശ്. നമ്മൾ വീണ്ടും ഹരിയാന കയറുന്നു. അംബാല ആപ്കാ സ്വാഗത് കർത്താ ഹൈ. നമ്മൾ ഇന്ന് തന്നെ പഞ്ചാബിൽ നിന്ന് ഹരിയാന ചാടി, ഹരിയാന ഉത്തരാഖണ്ഡ് ചാടി. കുറെ ദിവസമായി ലേ മാത്രമായിരുന്നില്ലേ? ലേ ആൻഡ് ഹിമാചൽ പ്രദേശ്. നമ്മൾ അംബാല കയറി. അവിടെ നിന്ന് ചെറിയ ഡൈവേർഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ബോർഡ് കാണാം, ഹരിദ്വാർ 167. അപ്പൊ നമ്മൾ ഹരിദ്വാർ കയറി അങ്ങനെ ഋഷികേശ് പോകും. അതാണ് വഴി. ഹരിദ്വാർ 167. ഋഷികേശ് എത്ര കാണിക്കുന്നത്? 196 കിലോമീറ്റേഴ്സ്. യെസ്. നമ്മളങ്ങനെ ഉത്തരാഖണ്ഡ് കയറി. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇന്ന് 3 സ്റ്റേറ്റാണ് കവർ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി നമ്മള് മറ്റേ മണാലിന്ന് ചണ്ഡീഗഡ് വന്നു, കുട്ടൂരെയും സിരാനൊക്കെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ചണ്ഡീഗഡാണ്. അപ്പോൾ പഞ്ചാബ് കയറി. അതിനുശേഷം നമ്മൾ ഹരിയാനയിൽ കൂടെ കുറച്ച് റൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇടയിൽ UP കയറി. പിന്നെ ഇപ്പൊ നമ്മൾ ഫൈനലി ഉത്തരാഖണ്ഡ് കയറി. ഇത് നമ്മളിതാ ഓൾമോസ്റ്റ് 30 കിലോമീറ്ററിൽ ഹരിദ്വാർ എത്തും. നമ്മൾ ഹരിദ്വാർ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് ഡേയ്സ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ നേരെ ഋഷികേശാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നേരെ ഋഷികേശ് പോകുന്നു. നമുക്കൊരു ടുഡേ ഈവനിങ്ങും നാളെ ഒരു ഫുൾ ഡേയും ഋഷികേശ് ഉണ്ട്. അങ്ങനെ ഐറ്റിനറി ഒക്കെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോയാ റൂർക്കി, നമ്മുടെ മറ്റേ പ്രേമലൂര് പറയുന്നില്ല, IIT റൂർക്കി. ആ റൂർക്കിയിലാണ് നമ്മളിപ്പോ. IIT റൂർക്കി ഇവിടുന്ന് കുറച്ച് ഉള്ളോട്ട് പോകണം എന്നാണ് തോന്നുന്നത്. നമ്മൾ ബോർഡ് കണ്ടിരുന്നു, IIT റൂർക്കി. വേറൊരാളില്ലേ, നമ്മള് മറ്റേ കുതിരമുക്ക് ട്രക്കിങ്ങിന് പോയപ്പോഴേ ഒരു മലയാളി ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ആരോ IIT റൂർക്കിയിൽ പഠിച്ചാന്ന് പറഞ്ഞ ഐ തിങ്ക് ഓർമ്മയുണ്ട്. ഡൽഹിയാ? അവിടെ വയനാട്ടുകാരനല്ലേ? ോണ്ട് പേരുള്ളൊരു കാഴ്ചയാണ്. കൊറേ ടവറുകളല്ലേ രണ്ട് സൈഡുണ്ട്. അങ്ങോട്ട് ദൂരൊക്കെ ഉണ്ട്. എന്താ സംഭവം? ചുറ്റും കാണുന്നുണ്ട്. എല്ലായിടത്തും സ്റ്റേജ് കൊള്ളാം കേട്ടോ. അതായത് താഴേക്ക് നോക്കി എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ, പെയിന്റ് അടിക്കുന്ന. അതാ ചൂട് അങ്ങോട്ട് നിറയെ ഉണ്ട് അല്ലേ? അവിടെ ഇപ്പൊ എല്ലാരും ഇഷ്ടിക കൊണ്ടാണ് മറ്റേ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ ഉണ്ട്, ഈ സൈഡൊക്കെ ഉണ്ട്. ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഇഷ്ടം എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് മാത്രല്ല, പണി കൂടുതലാണ്. കാരണം ഒരു കൊള കുറച്ച് വെക്കുന്ന സ്ഥലത്ത് 4 ഇഷ്ടിയൊക്കെ ഉണ്ട്. അതവിടെ നിറയുണ്ട്. പണ്ട് എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജുകൾ. പക്ഷെ അത് ഇങ്ങനത്തെ ചിമ്മിനീസ് ഒന്നും ഇല്ല. സോ അപ്പൊ നമ്മള് റൂർക്കി എത്തി. റൂർക്കി ഹരിദ്വാർ റോഡ്. ഇവിടുത്തെ ഒരു 15 കിലോമീറ്റർ ഹരിദ്വാർ. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി ഋഷികേശ്. അപ്പൊ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്.
രഞ്ജയ്ക്ക് വിശക്കുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ KFC ഒക്കെ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു. അതെ, ഇത് ക്രിസ്റ്റൽ വേൾഡ് പറഞ്ഞൊരു സ്ഥലമാണ്. ക്രിസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാം ഉണ്ട്. സ്റ്റാർബക്സ്, KFC, സബ്വേ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. നല്ല അടിപൊളി വാഷ്റൂംസ് ഉണ്ട് അല്ലേ? നല്ല വാഷ്റൂംസ് ഉണ്ട്. അപ്പോൾ ഇത് ഓൺ ദ ഹൈവേയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. എന്താ കഴിക്കുന്നത്? KFC. ഈ ചെറിയ തൊണ്ടവേനുണ്ട്. ഞാനൊരു സൂപ്പ് കുടിക്കാം. ഇവിടെ വേറെ എന്ത് ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്ന് സൂപ്പ് കുടിക്കാം. ഓക്കെ. സോ നമ്മളങ്ങനെ കയറി KFC ഒരു മീൽ ഓർഡർ ചെയ്തു. നമ്മുടെ കയ്യിൽ സോഡാക്സോ വന്നിട്ടുണ്ട്. സോ നമുക്ക് 2 പേരെ കാർഡിലും 2 സോഡാക്സോ 3000 സംതിങ്ങോളം വരും, അങ്ങോട്ട് വരും. അതും കൂടി യൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ അതിബുദ്ധി കാരണം ആ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മെഷീനിൽ ടാപ്പ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ, സ്വൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ മറ്റേ ടാഗ് ഇല്ലേ, ആ ടാഗ് 4 പുറം ചുറ്റിയിട്ട് ആ മെഷീനിൻ്റെ ചാർജറിൽ കിട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് വീഴാൻ പറ്റുന്നില്ല. കാണാതെ പോയിരിക്കാനല്ല, അത് വീഴാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ സാധനമല്ലേ, അതിൻ്റെ ബേസ് ഇല്ലേ, അത് ചാർജറാണ്. ആ ചാർജറിൽ ടാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നും മാർക്ക് ചെയ്തില്ല. നമ്മുടെ കടന്ന് കൊടുക്കുന്നത് ചെറുതായിട്ട് തൊണ്ടയിൽ കിച്ചേച്ച് കാരണം ഒരാളിവിടെ സൂപ്പാണ് കുടിക്കുന്നത്. ചവ് സൂപ്പ്. എന്ത് സൂപ്പ് അത്? ഹോട്ട് ആൻഡ് സോർ. ചവന്ന് അല്ലേ? നല്ല. ഞാനും ടേസ്റ്റ് ചെയ്തോട്ടെ. KFC ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ. സോ വെൽക്കം ടു ഹരിദ്വാർ കുംഭ് സിറ്റി. ഇവിടെ അല്ലേ മറ്റേ കുംഭമേള ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? ജബലാപൂർ നേരമേ ഹരിദ്വാർ ഡെഹ്റാഡൂൺ. നമ്മൾ ഫൈനലി ഉത്തരാഖണ്ഡ് എത്തി. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗംഗ. ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കറങ്ങിയിരിക്കും. ഇനി നമ്മള് വാരണാസി പോകുമ്പോഴും അതെ സ്പിരിച്വൽ വേൾഡിലോട്ട് കയറി. ഫുള്ള് വാരണാസി, ഋഷികേശ്, ഗംഗാരതി, പിന്നെന്താണ് ഇവിടെ, പിന്നെ യോഗ റിലേറ്റഡ്. ഗംഗാണ് ഇപ്പൊ നമ്മള് ക്രോസ് ചെയ്തത്. ഇനി കറക്റ്റ് നമ്മളെ സ്റ്റേയിലേക്ക് 35 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂർ. ഹരിദ്വാറിലെ ലെഫ്റ്റില് കാണുന്ന ഗംഗാ നദിയാണ്. ഇങ്ങനെ പല പല ഘട്ടുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കാൻ വന്നു അല്ലേ? ഇതിനേക്കാൾ സിമിലർ വിഷ്വൽസ് ആയിരിക്കും ഋഷികേശും വാരണാസി. ശിവന്റെ പ്രതിമ ഒക്കെ എന്തോ ഇല്ലല്ലേ? നമുക്കിനി ഋഷികേശ് ഒരു 25 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഫോറസ്റ്റിനുള്ളിൽ കയറി. ഇതൊരു ടൈഗർ റിസർവ് ആണ്. ഇതിന്റെ പേര് അവിടെ കൊടുത്തിരിക്കുന്നത് രാജാജി ടൈഗർ റിസർവ് എന്നാണ്. ബോർഡ് നമുക്ക് മിസ് ചെയ്യാതെടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. നല്ല നല്ല തിക്ക് ഫോറസ്റ്റ് അല്ലേ? ജംഗിൾ സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചടുത്ത് പറഞ്ഞാ മറ്റേ ജിം കോർബറ്റ് നാഷണൽ പാർക്കില്ലേ, ഒക്കെ ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ അങ്ങനെ എന്തൊക്കെയാണ്. പോകുന്ന റോഡാണ്, 2 സൈഡും അടിപൊളിയായി പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിങ്ങനെ പെയിന്റ് ചെയ്ത് മുന്നേ കണ്ടത് ആഗ്രയിലല്ലേ? ഇവിടെ കുറച്ചും കൂടി മറ്റേ അമ്പലത്തിന്റെ ഓറിയന്റഡ് സാധനങ്ങളൊക്കെയാണ് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മള് സ്റ്റേക്ക് പോണ സൈഡില് ഋഷികേശ് തന്നെ ഒരു ഫേമസ് എന്താ പറയാ ഗംഗാരത്തി നടക്കുന്ന സ്ഥലമുണ്ട്, ത്രിവേണി ഘട്ട്. ആ ഏരിയ ആണിത്. നമുക്ക് ഇന്ന് ആർത്തി കാണാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മൾ നാളെ മിക്കവാറും കാണുന്നുണ്ടാവുക. ബട്ട് ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ
സ്റ്റേയുടെ മേജർ സ്ഥലത്തേക്ക് പോവാ. അതിന്റെ പേരെന്താ എന്നാൽ ലക്ഷ്മൺ ജൂല. ഇവിടെ ആക്ച്വലി അവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ ഡാം പോലെ കെട്ടിയിട്ട് ഗംഗനെ ഡൈവേർട്ട് ചെയ്ത് വിടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 ഡാം പോലെ ഒരു ടീ പോലത്തെ സാധനം പോലെ. അത് ആ സൈഡ് വെള്ളമുണ്ട്, ഈ സൈഡ് വെള്ളമില്ല. അപ്പൊ നമ്മളിനി പോവാൻ പോകുന്നത് ഒരു സൈഡ് ഗംഗ, ഒരു ഫോറസ്റ്റ് റിസർവിനകത്ത് കൂടെയാണ്. രാജാജി ടൈഗർ റിസർവ് ആണ്. ടൈഗറുള്ള കാട്ടിൽ കൂടെ മാപ്പ് കാണുന്നുണ്ടോ? പുലികളുടെ കാട്ടിൽ കൂടെ പശുക്ക് സിംപ്ലൈ നടന്നിരുന്നു. പശു വലിയ പുലിയൊക്കെ പിടിക്കും ആയിരിക്കും. മാറി നിക്കടാ മുണ്ടാക്കൽ ശേഖരം. അതൊക്കെ നിക്കണ്. നീ മാറണോ ഞാൻ മാറണോ? മറക്കാനും കൂടി വയ്യ. ആതിരപ്പള്ളി അല്ല, എവിടെയാണ്? ഇവിടെ നമ്മുടെ സ്റ്റേക്കുള്ള ഒരു ചെറിയ ഫോറസ്റ്റ് കൂടെ ഉള്ള വഴിയാണ് ഇത്. കണ്ട ആക്ച്വലി കേരളമാണ്, ആതിരപ്പള്ളിയാണെന്നൊക്കെ ചിലപ്പോ തോന്നും. അതേപോലെ തന്നെ ഉണ്ടല്ലേ കേരളം പോലെ ഉള്ള അങ്ങനത്തെ കാടാണ് കാണുന്നത്. ഇത് എല്ലായിടത്തും ഇതുപോലെ ആയിരിക്കാം. ഇത് കേരളത്തിലെ കാട് പോലുള്ളൊരു കാട്. റോഡും ഏതാണ്ട് അതേപോലെ തന്നെ ആതിരപ്പള്ളിക്കൊക്കെ പോകുന്ന അതേപോലെ. നമ്മളിപ്പോ ഫോറസ്റ്റ് റോഡ് കയറി ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒക്കെ ആവാനായിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല റിസ്കി റോഡാണ്. റോഡ് തീരെ വീതിയില്ല, നല്ല റോഡാണ്, അതാ പ്രശ്നം. വാവ്, നമുക്ക് ഫുൾ ഋഷികേശ് സിറ്റിയുടെ കൈൻഡ് ഓഫ് വ്യൂ കാണാം അവിടുന്ന്. പക്ഷെ എല്ലാവരും ട്രീസ് മാറിഞ്ഞിട്ട് ഒരു ഫുൾ വ്യൂ കിട്ടുന്നില്ല അവിടെ. റോഡ് നല്ല റോഡായതുകൊണ്ട് എല്ലാവരും നല്ല സ്പീഡിലാണ്. അതുപോലെ തന്നെ ചെറിയ റോഡ് വീതിയും ഇല്ല, നല്ല ടേണിങ്ങോടുണ്ട്. അതുകൊണ്ട് കുറച്ചധികം റിസ്ക്കാണ്, പ്രത്യേകിച്ച് കാറുണ്ട്. നമ്മൾ ചെറിയ റൂം ഹണ്ടിലാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്മൺ ജൂലയുടെ നിയർ ബൈ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സജസ്റ്റ് ചെയ്ത റൂമും ബങ് സ്റ്റേ ആയിരുന്നു. അപ്പോൾ അവിടെ വന്ന് നമ്മൾ റൂം നോക്കിയിരുന്നു. നല്ല വ്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടു ലക്ഷ്മൺ ജൂല ക്ലോസ്ഡ് ആണ്. അതിലിപ്പോഴും കൺസ്ട്രക്ഷൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കി കാണാൻ എല്ലാവരും റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നു. അതെ, ഈ കാണുന്നതാണ് ലക്ഷ്മൺ ജൂല. ഈ ഏരിയക്ക് പറയുന്നത് ലക്ഷ്മൺ ജൂല തന്നെയാണ് തോന്നുന്നത് അല്ലേ? പക്ഷേ ഇപ്പോൾ ഇത് സ്റ്റിൽ ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എൻട്രി ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ റൂം ഹണ്ടിനിടയിൽ ഋഷികേശിൽ നല്ലൊരു സൺസെറ്റ്, അടിപൊളി സൺസെറ്റ്. ബ്രിഡ്ജിന്റെ പേരാണ് നീലകാന്ത് ബ്രിഡ്ജ്. ഫുൾ ഗംഗയുടെ ആ സൈഡ് ഈ സൈഡും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ ബ്രിഡ്ജാണ് ഋഷികേശില്. നമ്മളിപ്പോൾ എത്ര ദൂരം ഓടിയിട്ടുണ്ടോ? അതിൻ്റെ ഇടയിൽ വേറൊരു കണക്ഷൻ കണ്ടില്ലല്ലോ. ഈ ഒരു ബ്രിഡ്ജ് തന്നെയുള്ളൂ. ശ്രീനഗർ അടുത്ത കണ്ട നമ്മൾ മുന്നത്തെ പ്ലാനിൽ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് ഉത്തരാഖണ്ഡിന്റെ രാത്രി കാഴ്ചകളിൽ വന്നിരിക്കാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെ വന്നേ രാംജുല അല്ലേ? ഇത് ലക്ഷ്മൺ ജൂല. ഓക്കെ, ആ ലക്ഷ്മൺ ജൂല ക്ലോസ്ഡ് ആണ് സ്റ്റിൽ. നമ്മള് ജസ്റ്റ് അതിന്റെ അടുത്ത് വരെ ജസ്റ്റ് രാത്രി നടക്കാൻ ഇറങ്ങിയതാണ്. പോയി നോക്കാം. ഇവിടെ ഫുൾ ക്ലോസ്ഡ് ആയതുകൊണ്ടാവുന്നല്ലേ, സ്ട്രീറ്റ് ഒന്നും അത്ര ലൈവ് അല്ല. രാത്രി കുറച്ച് ആളുകാരൊക്കെ നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് അത്ര ലൈവ് അല്ല. ഫോറിനേഴ്സ് ഒരുപാടുണ്ടല്ലേ. നല്ല നല്ല കഫേസും നല്ല നല്ല സ്റ്റേസും ഉണ്ട്. നമ്മൾ ഈ ലക്ഷ്മൺ ജൂലയുടെ ചെറിയ ഷോർട്ട് കട്ട് എടുത്ത് വന്നാണ്. സൈഡിൽ ഇങ്ങനെ നിറയെ ഗിഫ്റ്റ് ഷോപ്പുകൾ, ഫുൾ ഹാൻഡിക്രാഫ്റ്റ്, ടൂറിസ്റ്റ് ലക്ഷ്യമിട്ടുള്ള ഷോപ്പുകൾ തന്നെയാണ് അധികം. നമ്മളെയൊന്നും മൈൻഡില്ല, കാരണം ഇപ്പം എന്താ വെച്ചാൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടേ അല്ലേ, അധികം ആളില്ലാത്തതുകൊണ്ട്. ഇത് ക്ലോസ് ആയതുകൊണ്ട്, ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് റഷൊന്നും ഇല്ല. അങ്ങനെ ഫുള്ള് ഹിപ്പി സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ വൈബുള്ള സാധനങ്ങളുണ്ടോ ഫുള്ള്. കൊള്ളാം. നമ്മളപ്പോൾ
നമ്മുടെ റൂമിന്റെ അടുത്ത് തന്നെയാണ്, കുറച്ചടുത്താണ് ലക്ഷ്മൺ ചൂല. ലക്ഷ്മൺ ചൂല. അത് ക്ലോസ്ഡ് ആണെങ്കിലും പക്ഷെ അതിന്റെ അടുത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചൊക്കെ ലൈവാണ്. അതെ, അതായത് ഇവിടെ ഒരു കെട്ടുണ്ട്, എന്തായിരുന്നു കെട്ടിന്റെ പേര്? തപോവൻ. തപോവൻ കെട്ട്. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഈ കെട്ടില് കണ്ടോ, ഇവിടെ ഗംഗാദേവി, പിന്നെ അങ്ങനെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ അമ്പലം ഉണ്ടല്ലേ, അത് ആക്ച്വലി 13 നിലയുള്ള അമ്പലമാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് കയറാൻ പറ്റും. ഈ കാണുന്നതാണ് ത്രിഭംഗേശ്വർ ടെമ്പിൾ അല്ലെങ്കിൽ ത്രേര മൻസിൽ ടെമ്പിൾ. ഇതെന്താ വെച്ചാൽ ഇത് ഇവിടെ നിന്ന് താഴോന്ന് ഇങ്ങോട്ട് 13 ഫ്ലോറാണ്. ഓരോ ഫ്ലോറിലും ഓരോ ആരാധന അല്ലെങ്കിൽ ഓരോ ദൈവങ്ങൾ വെച്ചാണ് ആരാധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റും. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും. നമ്മളെന്തായാലും നാളെ പോകുന്നുണ്ടായിരിക്കും മിക്കവാറും. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നില്ലേ, ഇതാണ് ലക്ഷ്മൺ ചൂല. ചൂല മീൻസ് ഇവിടെ ഒരു വാക്കിംഗ് ബ്രിഡ്ജാണ്. അതായത് ഈ നദിയുടെ അപ്പുറം ഇപ്പം ഇത് ഒഴുകുന്നത് ഗംഗാ റിവറാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ 2 കരകളെയും മുട്ടിക്കുന്നത് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു റിവറാണ്, ഈ ഒരു പാലാണ്. ഇതൊരു വാക്കിംഗ് ബ്രിഡ്ജാണ്, പക്ഷേ ഇത് ഇപ്പം മെയിൻ്റനൻസിലാണുള്ളത്. ഇത് നമുക്ക് അറിയാൻ സാധിച്ചത് കുറേ കാലമായിട്ട് മെയിൻ്റനൻസിലാണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് രാംജോല ഉണ്ട്. അതും സെയിം ഇതേപോലത്തെ ഒരു വാക്കിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ നാളെ അവിടെ പോകും അല്ലേ. ഇവിടെ അങ്ങോട്ട് ഫുള്ള് സ്റ്റേ ആട്ടോ. നല്ല നല്ല വൈബുള്ള സ്റ്റേകളാണ് എല്ലാം. കഫേസ് എല്ലാം റിവർ വ്യൂ ആയിട്ടുള്ള അടിപൊളി സ്റ്റേസ് ആണ് എല്ലാം. പക്ഷെ നമുക്ക് അവിടെ സ്റ്റേ കിട്ടിയില്ല. നമ്മൾ വന്നപ്പോൾ കുറച്ച് റൂട്ട് മിസ്സായി പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ വ്യൂ എടുത്തത്, റൂം എടുത്തത്. ആ, ഇവിടെ ഹോട്ടൽസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഈ സൈഡ് എല്ലാം ഹോട്ടൽസ് ആണ്. ആ സൈഡ് ഒരുവിധം എല്ലാം ബങ്ക് സ്റ്റേസ് ആണ്. എല്ലാവരും എങ്ങനെയായിരിക്കും വെച്ചാൽ മറ്റേ ഡോർമെറ്ററി പോലെ ഉണ്ടാവും. അതിന്റെ കൂടെ അവരൊരു ടെറസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടാവും. ആ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അത് അവിടെ ചെയ്യാൻ കുറച്ച് മിറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, കഫേ ഉണ്ടാവും. അതുകൊണ്ട് ഒരു വൈബ് സ്ഥലമാണ്. എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ചില്ല് ചെയ്യുന്ന സ്ഥലമാണ്. അതെ, അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഫോറിനേഴ്സിന് ഫോക്കസ്ഡ് ആയിട്ടാണ് അവിടെ എല്ലാം ഉള്ളത്. ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഓഫ് സീസൺ ആയിട്ട് പോലും ഇവിടെ കാണുന്നത് ഉള്ളതിൽ കുറച്ച് പേര് ഫോറിനേഴ്സ് ആണ്. അതെ, കഴിക്കുന്നതിലെ രണ്ടാമത്തെ വേസ്റ്റ് ഫുഡാണ്. ആദ്യം കാശ്മീരിൽ നിന്ന് ചോറും മട്ടൻ കറിയും, ചോറും ചിക്കൻ കറിയും. ആ ചിക്കൻ കറിയിൽ ഉപ്പും മുളകും മഞ്ഞളല്ലാണ്ട് വേറൊരു സാധനമില്ല. അതേപോലെ നല്ല പച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടുത്തെ ഈ ഫുഡ് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് വിശപ്പ് മാറുന്നവരെ കഴിച്ചു എന്നുള്ളൂ. പ്ലേറ്റിന്റെ കോലം കണ്ട എൻ്റെ മോനെ, എങ്ങനെയാണോ ഇതിൽ സെർവ് ചെയ്യാൻ മനസ്സ് വന്നത്. എന്തായാലും വിശപ്പ് തീർക്കാൻ മാത്രം കഴിച്ചു, വേറെ വഴിയില്ലാത്തത്. ഇതാണ് നമ്മൾ ഋഷികേശ് സ്റ്റേ ചെയ്യുന്ന റൂം. പിന്നെ ഓർക്കിഡ് ഹോട്ടൽസ് ആൻഡ് ഹോസ്റ്റൽസ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാവും, എല്ലാവർക്കും ചില്ല് ചെയ്യാനായിട്ട്. പിന്നെ വോളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. കുഴപ്പമില്ല, നല്ല സ്റ്റേ ആണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിന്റെ വാൾ ഡിസൈൻസ്. ഇത് ഡോറാണ്, കണ്ടാ മനസ്സിലാവില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ദ ഫേമസ്
Ramjula. Why Ganga is considered as holy river?